സാറെന്ന് പറഞ്ഞിട്ടൊന്നും മനസ്സിലാവണില്ല. നിങ്ങൾ പോയിക്കോ. അപ്പു എടാ, അപ്പു സമയല്ലടാ. അപ്പു എടുത്തോണ്ട് പോടാ. ഒന്ന് പോടാ. എന്താ ഏതെങ്കിലും ഒരുത്തം പുറത്തിറങ്ങി അവന്റെ തല മണ്ട അടിച്ചു കൂട്ടി വിട്ടോ. എടുത്തോണ്ട് പോടാ. ഇട്ട് പോടാ. എന്താ ഞാൻ നോക്കണ്ടേ ഈ വണ്ടി? ഒന്ന് വേഗം പോവാന്നോ. ആ കോളനി ശങ്കരനെ കൊണ്ടുള്ള പണി ഇന്നത്തോടെ തീരണം. അതിനാ എസ് ഐ അരവിന്ദൻ നമ്മുടെ കൂടെ നിൽക്കും തോന്നില്ല സാറേ. ആ മണഗുണാഞ്ചനെ കൊണ്ടൊന്നും നടക്കുകയില്ല. വഴി ഞാൻ വേറെ കണ്ടിട്ടുണ്ട്. എന്താ സാറേ പ്ലാൻ? പുതിയ SHO ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്യും. നിങ്ങളൊന്നും നോക്കണ്ട, പറയണ പോലെ അങ്ങ് നിന്ന് കൊടുത്തേച്ചാൽ മതി. കോളനിക്കാർക്കിട്ടുള്ള പണി വണ്ടിയും പിടിച്ചു വരുന്നുണ്ട്. ചേട്ടാ ഇറങ്ങട്ടെ. എത്രയായി? 200. വെയിറ്റ് ചെയ്യണോ? ഇയാളെ ഇവിടെ കൊണ്ടുവച്ചിരിക്കണം. എന്താ ഈ അരവിന്ദ് സാറിന്റെ ലീവ് ആപ്ലിക്കേഷൻ എന്തിനാ ഇവിടെ വെച്ചിരിക്കുന്നത്? ഓഫീസിലേക്ക് അയക്കാൻ വെച്ചിരിക്കുന്നത്. എന്താടോ തൊണ്ടക്കോല അസുഖമുണ്ടോ? വിസിറ്റേഴ്സിന്റെ കയ്യകലത്തിൽ ഗൺ വെക്കരുതെന്നുള്ള പ്രോട്ടോകോള് സാറിന് അറിയാഞ്ഞിട്ടാണോ? സോറി സാർ. സ്റ്റേഷൻ ഇൻചാർജ് ആരാ? SI അരവിന്ദ സാറാ. സാറ് പുറത്താ. എനി എമർജൻസി? ഒരു ഹിറ്റ് ആൻഡ് റൺ കേസിന്റെ പുറകെ പോയതാ. ഞാനിച്ചിരി പഴയ ആളാ. 92 എയർ ബാച്ച്. സർക്കിൾ ഇൻസ്പെക്ടർ സദാശിവം. ഡ്യൂട്ടി ലിസ്റ്റും കസ്റ്റഡിയിലുള്ളവരുടെ ഡീറ്റെയിൽസും ഉടനെ വേണം.
ഇത് എത്ര നേരമായിടോ ഞാൻ വിളിക്കുന്നത്? താൻ എവിടെയാ? പുതിയ CSR ജോയിൻ ചെയ്തിട്ടുണ്ട്. മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ആളെങ്ങനെയുണ്ട്? ഒരു പിടിയും കിട്ടുന്നില്ല സാറേ. വല്ലാത്തൊരു ടൈപ്പാന്ന് തോന്നുന്നുണ്ട്. താൻ ഫോൺ കൊടുത്ത്. സാർ SI ആണ്. എന്തായടോ തൻ്റെ ഹിറ്റ് ആൻഡ് റൺ? ഇടിച്ച വണ്ടിയെ പറ്റി വല്ല തുമ്പും കിട്ടിയോ? സാർ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. അതൊരു ബാറിൻ്റെ പുറത്താന്നല്ലേ പറഞ്ഞത്? അവിടെ CCTV ഒന്നും ഇല്ലടോ? CCTV ഉണ്ട് സാർ, പക്ഷെ അത് ഡമ്മിയാണ്. കാര്യമായ ഇഞ്ചുറി വല്ലതും ഉണ്ടോ? സാർ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നേ ഉള്ളൂ. ഞാനങ്ങോട്ട് വരണോടോ? വേണ്ട സാർ, ഞാൻ അവിടെ ചെന്നിട്ട് അങ്ങോട്ട് എത്തിക്കോളാം. ഹലോ സാർ. ഓ അരവിന്ദ സാറേ, നമ്മൾ കാലിൻ്റെ ഇടയിൽ കയ്യും തിരികെയിരുന്ന് ഉറങ്ങിയ ആ നേരം കൊണ്ട് ഇടിച്ചിട്ടോമാരി എത്തേണ്ട അടുത്ത് എത്തും. സാർ ഒരു സെക്കൻഡ്. സാറേ ഇയാളെ മെഡിക്കലിന് കൊണ്ടുപോവാം. ആ അപ്പം നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയ? സാർ ഇന്ന് രാത്രി തന്നെ അവരെ പൊക്കിയിട്ട് ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ആ സൂപ്പർ. ഇന്ന് മെഡിക്കലും ഒരു പുല്ലും വേണ്ട, അവൻ്റെ അറസ്റ്റും ഫയൽ ചെയ്യണ്ട, സെല്ലിലേക്ക് വിടണ്ട. CI സാറിൻ്റെ മുട്ടുകാലിന് ബാൻഡ് കൊട്ടിയ വിദ്വാന് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കലാശക്കൊട്ട് നമ്മൾ കാണിച്ചു കൊടുക്കണ്ടോ? വേണ്ടേ സാർ? ഇന്ന് അവനോട് മാറ്റി. ഓക്കെ സാർ. കൺട്രോൾ P70 കോളിംഗ് ഓവർ. ഒരു മെസ്സേജ് ഉണ്ട് സാർ. നെടുവത്തൂർ ബാറിനടുത്ത് ആളെ ഇടിച്ചിട്ട് നിർത്താതെ പോയ വണ്ടി കൊട്ടാരക്കര ഭാഗത്തേക്കാണ് പോയതെന്ന് സംശയമുണ്ട്. ഓവർ. നീ തന്നെ ആ കളർ ഒന്ന് എടുക്കോ? ഞാൻ അവർക്ക് കൊടുക്കാം. ഇതാ ആരാ? ഷഫ്നയാ. എന്തായി കഴിഞ്ഞോ? എന്ത് വർത്താനാ ദീദി? നീ ഇവിടെ ഉണ്ടാവും പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ? ജോലിക്കാരി ആയണ്ടല്ലേടാ. നീ ഉമ്മാക്കൊന്ന് ഫോൺ കൊടുത്തേ. ഉമ്മ അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഇവിടെ പുതിയ CI ചാർജ് എടുത്തേക്കാ. കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എനിക്കൊന്നും അറിയില്ല, എല്ലാം തീരുമാനിക്കുന്ന നീ തന്നെയല്ലേ. ഉമ്മ ഇനി അവിടെ നിന്ന് സീനാക്കണ്ട, വീടല്ല. ഞാനൊന്ന് CI സാറിനോട് സംസാരിച്ച് നോക്കട്ടെ. അവളോട് വരാൻ പറയും. സർ, പ്രൊബേഷണൽ SI ഷിഫാന. സർ ഷഫ്ന. ഗ്യാസ് വണ്ടി മറിഞ്ഞ് റെസ്ക്യൂ ഓപ്പറേഷൻ്റെ മരിച്ച അബ്ബാസ് സാറിൻ്റെ മകൾ. സർ വാപ്പയെ ഞാൻ അറിയും. ഷിഫാന ഓക്കെ അല്ലേ? ഓക്കെയാണ് സർ. വീട്ടിലെല്ലാവരും അനിയത്തിലെ കല്യാണ ഡ്രസ്സ് എടുക്കാൻ പോയേക്കുമായിരുന്നു. ഞാൻ ഇറങ്ങാൻ നിൽക്കായിരുന്നു. താനെന്ത് പൂരം കാണാൻ നിൽക്കുവാടോ? കോൺക്രീറ്റിന് നല്ല ലീക്കുണ്ട് സാറേ. മെയിൻ്റനൻസ് റിക്വസ്റ്റാ. സാറിൻ്റെ ഒരു ഒപ്പ് വേണമായിരുന്നു. ഞാൻ ആദ്യം ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ. പയ്യ മതി സാർ. ഷിഫാന എല്ലാ ഓഫീസർമാരോടും ഇങ്ങോട്ട് വരാൻ പറയും. ഷിഫാന അല്ല സർ, ഷഫ്ന. അതെന്താ? വിളിക്കാം സർ. സാർ മെസ്സേജ് കേട്ടിരുന്നു. ഞങ്ങൾ 2 മിനിറ്റിനുള്ളിൽ പെട്രോൾ പമ്പിലെത്തും. വെരി ഗുഡ്. സാർ ആ ഹിറ്റ് ആൻഡ് റൺ നേരിട്ട് കണ്ട ഒരാളെ ഹോസ്പിറ്റലിൽ വെച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിനെ കൂടെ കൂട്ടിയിട്ടുണ്ട്. പുള്ളിക്ക് വണ്ടി കണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. വെരി ഗുഡ്. കാര്യമാണ്. ഓക്കെ സാർ. ഓക്കെ. ആരാ സാറേ? CI സാർ തന്നെ. ആള് കുറച്ച് സീനാ. സാർ ബദിയടുക്കയിലെ ക്ലൈമറ്റൊക്കെ ഓക്കെ ആയിരുന്നില്ലേ? എടോ താൻ ഇനി അറിയാതെ പോലും എൻ്റെ അടുത്ത് വർത്താനം പറയാൻ വരരുത്. എൻ്റെ മൂഡ് എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല. പിന്നെ ഈ സമയമാകുമ്പോൾ ഇത് കഴിക്കാൻ എന്നെ ഓർമ്മിപ്പിക്കണം. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോകും. പറഞ്ഞേക്കാം. പോ, എടുത്തോണ്ട് പോ.
വീട്ടിൽ നിന്ന്. ഹലോ. ആ എടാ നീ ഓക്കെ അല്ലേ? എടാ നീ ഇങ്ങോട്ടൊന്നും മിണ്ടണ്ട. ബാറിന്റെ മുമ്പിൽ ആക്സിഡന്റ് കണ്ടു നിന്നൊരുത്തൻ. അത്രേ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ എത്തിയിട്ട് വിളിക്കാം. ശരിയെന്നാ. സാറേ ഇതാ വണ്ടി. ഇതാ വണ്ടി. ഉറപ്പാണോ? അതിന്റെ നമ്പർ പ്ലേറ്റ് എവിടെ ഉണ്ടാണെന്ന് നോക്കിയാ സൂം ചെയ്ത്. സൂം ചെയ്യ്. ആ ആ നിർത്ത്. ഓക്കെ. നമ്പർ പ്ലേറ്റ് എവിടെ ഉണ്ടാണ്? കറക്റ്റ്. അതെ, ഇതിന്റെ ഒരു കോപ്പി ഉടനെ നമുക്ക് അയച്ചു തരണം കേട്ടോ. സാറേ ഞാനത് ഗ്രൂപ്പിലിടാൻ വേണ്ടി കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് സാറിന് അയച്ചു തന്നാൽ പോരെ? ആ വണ്ടി നമ്പർ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ എത്തിക്കട്ടോ. ഓക്കെ സാർ. ഇവന്റെ നമ്പർ അഡ്രസ്സ് മൊത്തം എടുത്തോ. ഓക്കെ. ആ സാറേ. സാറേ ഹലോ. ഹലോ, ചന്ദ്രമോഹൻ അല്ലേ? അതെ, ആ മോളിസെ പറയൂ, ചന്ദ്രമോഹനാണ്. ഇത് താമരക്കുടി പോലീസ് സ്റ്റേഷനിൽ നിന്നാ. തന്റെ വണ്ടി നെടുവത്തൂർ ബാറിനടുത്ത് ഒരാൾ ഇടിച്ചിട്ടിട്ട് നിർത്താണ്ട് പോയിട്ടുണ്ടല്ലോ. അയ്യോ, അത് ഞാനായിരിക്കുമല്ലോ കേട്ടോ. ബാറിൻ്റെ ആ സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടില്ലല്ലോ. തന്റെ അല്ലേ ഈ KL 242769 ഒരു ബ്രൗൺ എസ്റ്റിലോ? അത് പറ. അതെ, ഞാനൊരു പാർട്ടിക്ക് റെന്റിന് കൊടുത്തിരിക്കുകയാണ്. ആരാ ഈ പാർട്ടി? അത് ചവറയിലൊരു സാബമാണ് മാഡം. താൻ അയാളുടെ നമ്പർ എനിക്ക് മെസ്സേജ് ചെയ്തിട്. എന്നിട്ട് ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് പോരും. അയ്യോ മാഡം, ഇന്നെൻ്റെ വീട്ടിലേ ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ടേ, അപ്പോൾ അതുകൊണ്ട്. നീ അങ്ങനെ ഒറ്റയ്ക്കൊരു സെലിബ്രേഷൻ ഉണ്ടാക്കണ്ട. 1 മണിക്കൂറിനുള്ളിൽ സ്റ്റേഷനിലെത്തിയിരിക്കണം. അതോ ഞാൻ ഇനി പോലീസ് വണ്ടി അയക്കണോ? വേണ്ട മാഡം, ഞാൻ വണ്ടി വിളിച്ച് വന്നോളാം. വന്നാൽ തനിക്ക് കൊള്ളാം. ചേട്ടാ, ഈ കുരുങ്ങി ലവ് ചെയ്യുന്നത് പോലെ ഒന്ന് നോക്കൂ. സാർ, ഡോ, ഈ ഫയലും പേപ്പറും ഒക്കെ എടുത്ത് കയറ്റി വെക്കാൻ വേറെ ആരെങ്കിലും വരാനുണ്ടോ? ആ ചെയ്യിക്കാം സാർ. ഏ ചെയ്യാം സാർ. ചെയ്യുന്നതിനേക്കാൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കലാണല്ലോ നമ്മൾ പോലീസുകാരുടെ പണി. ഞങ്ങൾ ഇങ്ങ് പോന്നു മോളെ. ഇവള് സമ്മതിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ചെയ്താ ഞാൻ എന്ത് ചെയ്യും ഉമ്മ? എന്താണോ ഒന്നുമില്ല സാർ. ഗോഷ്ടി കാണിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നാളെ ഒരുമിച്ച് പോയി ഡ്രസ്സ് എടുക്കാന്ന് പറ. ഇവളുടെ അഭിപ്രായം തന്നെ എനിക്കും. മൂത്തവളുടെ കല്യാണം കഴിഞ്ഞിട്ട് മതി അനിയത്തിയുടെ, അല്ലെങ്കിൽ രണ്ടാളുടേത് ഒരുമിച്ച്. ഡോ, കാലാട്ടിയിരിക്കാനത്ത് തൻ്റെ അച്ചു വീടൊന്നുമല്ല. താൻ ഇവിടെ നിന്ന് ഫയലുകൾക്ക് എടുത്ത് ഷെൽഫിൽ വെക്ക്. ഇല്ലാത്ത കാശ് കടവും ലോണും എടുത്താൽ ഞാൻ ഇത്രയൊക്കെ ഒപ്പിൽ. അതിനിടയിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ച ഞാൻ. സർ, ഞാൻ നേരത്തെ പറഞ്ഞത് ഷഫിനയ്ക്ക് വിഷമമായോ? ഏയ് ഇല്ല സർ. ഹലോ, എങ്ങോട്ടാ? ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർ, ഒരു ചന്ദ്രമോഹൻ എന്ന് പറഞ്ഞാൽ കാണാൻ വന്നിട്ടുണ്ട്. സർ, ആ കാറിൻ്റെ ഓണറാണ്. ആ, നമസ്കാരം സാർ. ഒരു ലേഡി സാറെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു. ആ സാറി തന്നെ വേണോ? അയ്യോ അങ്ങനെയൊന്നുമില്ല, ആരായാലും മതി. തനിക്ക് എത്ര കാറുണ്ട്? സാറേ 3 കാറുണ്ട്. 3ഉം റെൻറ്റിന് പോയിരിക്കുകയാണ്. ഞാനിപ്പോൾ ടാക്സിക്കാണ് ഇങ്ങോട്ട് വന്നത്. ആ ബ്രൗൺ കാർ രണ്ടിന് കൊടുത്തപ്പോഴാ? സാർ, അത് ചവറയിലുള്ളൊരു സാബു എന്ന് പറഞ്ഞിട്ട് അവനിപ്പോൾ ഒരു 4 മാസമായിട്ട് റെൻറ്റിനോട്ട് പോയിരിക്കുകയാണ്. ഒരു തടിയിലാണ് ആള്. 2 മാസം റെൻറ്റ് തന്നായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങ് വിളിച്ചിട്ട് ഇന്ന് ആരും ഫോൺ എടുക്കണല്ലോ സാറേ. സോറി സാർ, ഈ മാന്യം ഫോൺ എടുക്കണല്ലോ സാറേ. എന്താ തനിക്ക് കാറ് വെച്ചുള്ള പരിപാടി എന്താ?
വേറൊന്നുമില്ല സാറേ, ഇതൊക്കെ തന്നെ ഇങ്ങനെ റെന്റ്. കാറിൽ ടാങ്ക് വെച്ചിട്ട് വാറ്റിയാരാൻ കിടത്തലടാ അതിന്റെ പണി. അയ്യോ സാറേ, അവനങ്ങനെ സാറേ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തല്ലോ സാറേ. നിന്റെ വണ്ടി ഇടിച്ച് ഐസി കിടക്കുന്ന ആളെങ്ങാനും തട്ടിപ്പോയാ നീ അകത്താവും പറഞ്ഞേക്കാം. സാറേ എൻ്റെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാ? എന്താടോ ഇതൊക്കെ? സാറേ ഇന്ന് എൻ്റെ ഭാര്യയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ തൻ്റേതോ? സോറി സാറേ, എൻ്റെ ഇന്ന് തന്നെയാണ്. ഞാനേ എല്ലാ ഔഷധവും മറന്നു പോകും സാറേ. ആഘോഷങ്ങളൊക്കെ കളറാവുന്നു നല്ലതാ. താങ്ക് യു സാർ. അങ്ങനെയെങ്കിൽ എന്നെ ഒന്ന് ടാക്സി കിട്ടുന്ന സ്ഥലത്തൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറയുകയാണെങ്കിൽ. അതൊന്നും വേണ്ടടോ, തന്നെ അങ്ങോട്ട് വിടാൻ മനസ്സ് വരുന്നില്ല. നമുക്കിന്ന് ഇവിടെ അങ്ങ് ആഘോഷിച്ച് കളയാം. അയ്യോ സാറേ ചതിക്കല്ലേ സാർ, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഒഴിവാക്കി തരണം പ്ലീസ്. ഷഫിന, ഇയാളെ എടുക്കാനുള്ളതൊക്കെ എടുത്തേക്ക്. കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ നിനക്ക് നല്ലത്. സാറേ മാഡോ